വാഹനക്കടത്തിൽ ഭാരത് ഭൂട്ടാൻ സംയുക്ത കസ്റ്റംസ് അന്വേഷണം ആരംഭിച്ചു. അന്വേഷണ വിവരങ്ങൾ പരസ്പരം കൈമാറിയാണ് അന്വേഷണം പുരോഗമിക്കുക. മൂന്നാറിൽ നടന്ന ഭാരത് ഭൂട്ടാൻ കസ്റ്റംസ് യോഗത്തിലായിരുന്നു സംയുക്ത അന്വേഷണത്തിന് തീരുമാനമായത്. രേഷ്മ ബാബു വിശദാംശങ്ങളുമായി ചേരുകയാണ്. രേഷ്മ, ഈ വാഹനക്കടത്തുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം ഇരു രാഷ്ട്രങ്ങളും സംയുക്തമായി ആരംഭിക്കുകയാണ്. ഇതിന്റെ വിശദാംശങ്ങൾ പറയും. ഗൗതം, ഭാരതവും ഭൂട്ടാനും ചേർന്നുകൊണ്ട് തന്നെയാണ് സംയുക്തമായിട്ട് ആഡംബര വാഹനക്കടത്തുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിലേക്ക് കടന്നിട്ടുള്ളത്. ലഹരിക്കടത്തും ആയുധക്കടത്തും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ വാഹനക്കടത്തുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ടെന്നുള്ള തെളിവുകളും സൂചനകളും നേരത്തെ തന്നെ ലഭ്യമായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സംയുക്തമായിട്ടുള്ള ഒരു അന്വേഷണത്തിലേക്ക് കടന്നിട്ടുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിൽ മൂന്നാറിൽ ഈ ഇന്ത്യയുടെയും ഭൂട്ടാന്റെയും കസ്റ്റംസ് ഓഫീസർമാർ ഒരു സംയുക്ത യോഗം സംഘടിപ്പിക്കുകയും അതിലാണ് ഈ തീരുമാനത്തിലേക്ക് കടക്കുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും അന്വേഷണം വിപുലീകരിച്ചുകൊണ്ടുള്ള കാര്യങ്ങൾ നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായിട്ട് കൊച്ചി കസ്റ്റംസ് പ്രിവന്റീവ് വിഭാഗത്തിലെ ഉദ്യോഗസ്ഥർ ഭൂട്ടാനിലെത്തും. അതിനുശേഷം ചില തെളിവുകൾ, ഭൂട്ടാന്റെ പക്കലുള്ള ചില തെളിവുകൾ ഭാരതത്തിലെ ഉദ്യോഗസ്ഥർക്ക് നൽകുമെന്നാണ് സൂചന. രഹസ്യ സ്വഭാവത്തിലുള്ള വിവരങ്ങളും രേഖകളുമായിരിക്കും കൈമാറുക. രാജ്യസുരക്ഷയെ ബാധിക്കുന്ന തരത്തിലുള്ള ഇടപെടലുകളും നടന്നിട്ടുണ്ടെന്നുള്ള തെളിവുകൾ നേരത്തെ തന്നെ പുറത്തു വന്നതാണ്. ഇതിന്റെയൊക്കെ തന്നെ അടിസ്ഥാനത്തിലാണ് രഹസ്യ സ്വഭാവത്തിലുള്ള രേഖകൾ കൂടി ഇരു രാഷ്ട്രങ്ങളും തമ്മിൽ രേഷ്മ, വാഹനക്കടത്തുമായി ബന്ധപ്പെട്ട് ഭൂട്ടാന്റെയും ഭാരതത്തിന്റെയും അന്വേഷണം ആരംഭിക്കുകയാണ്. ഇരു രാഷ്ട്രങ്ങളുടെയും കസ്റ്റംസ് ഉദ്യോഗസ്ഥന്മാരുടെ യോഗം കഴിഞ്ഞ ദിവസം ഇടുക്കിയിലെ മൂന്നാറിൽ ചേർന്നിരുന്നു. ആ യോഗത്തിലാണ് സംയുക്തമായ അന്വേഷണം നടത്തുവാനും കിട്ടുന്ന വിവരങ്ങൾ പരസ്പരം അന്വേഷണ ഉദ്യോഗസ്ഥർ തമ്മിൽ കൈമാറാനും ധാരണയായത്.